ഏഴാം ഘട്ടം വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് സിബി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. മൈക്കൊക്കെ ഓണാണ്. അതായത് നാട്ടിൽ കനത്ത മഴ, അവിടെ കടുത്ത ചൂട്, ചൂട് കൊണ്ട് റെഡ് അലർട്ട്, ഇവിടെ മഴ കൊണ്ട് റെഡ് അലർട്ടും ഓറഞ്ച് സോണും യെല്ലോ സോണും. വാർത്ത വായിക്കുമ്പോൾ വരുന്നൊരു കോൺട്രാസ്റ്റ് ഇന്ന് നമുക്കറിയാം കാലാവസ്ഥയുടെ കാര്യത്തിൽ. എങ്ങനെയുണ്ട് ചൂട്? ചൂട് അതിശക്തമായ ചൂടാണ്. 45 മുതൽ 47 ഡിഗ്രി വരെയാണ് ചൂട്. പ്രത്യേകിച്ച് ദില്ലിയിലും ഹരിയാന, UP, രാജസ്ഥാനൊക്കെ കൊടും ചൂട് തന്നെയാണ്. ഇപ്പോഴും റെഡ് അലർട്ട് തുടരുകയാണ്. എന്തായാലും വലിയ ചൂട് തന്നെ, പുറത്ത് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ ചൂട് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ ദില്ലിയിൽ നിന്ന് രാവിലെ ലൈവ് വരണമെന്ന് പറയുന്നത്. ചൂട് കൂടുന്നതിന് മുമ്പ് വന്ന് ലൈവൊക്കെ തന്ന് ഗുഡ് മോർണിംഗ് കേരളത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വരെ നിങ്ങൾ താമസിക്കുന്നത് എന്തിനാണ്? എങ്ങനെയുണ്ട്? ദില്ലിയിലെ ചൂടാണോ നല്ലത്? ഹരിയാനയിൽ പോയ സിബി അവിടെ അനുഭവിച്ച ചൂടാണോ കൂടുതൽ? ദില്ലിയേക്കാളും ചൂട് കൂടുതൽ ഹരിയാനയിലാണ്. ഹരിയാനയിൽ അന്ന് 47 മുതൽ 48 ഡിഗ്രിയൊക്കെ ചൂടുണ്ടായിരുന്നു. ഹരിയാന പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു കർഷക പ്രദേശമാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം തന്നെ വറ്റി വരണ്ട് കിടക്കുകയാണ്. വളരെ വലിയ ചൂട് ഹരിയാനയിലുണ്ട്. ഹരിയാനയിലും പഞ്ചാബിലൊക്കെ ഇപ്പോൾ കടുത്ത ചൂടാണ്. ദില്ലിയിലും സമാനമായി തന്നെ ദില്ലിയിലും UP യിലും രാജസ്ഥാനിലൊക്കെ കടുത്ത ചൂടാണ്. എല്ലായിടത്തും റെഡ് അലർട്ടും ഉണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ചൂടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടുത്തെ ചൂട് നമ്മുടെ നാട്ടിലെ ചൂടിന് ശരിക്കും വേർക്കും. പക്ഷേ ഇവിടുത്തെ ചൂടിന് വേർപ്പല്ല. പ്രത്യേകിച്ച് നമ്മുടെ രക്തം പറ്റി അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ നമ്മുടെ ഇവിടുത്തെ ചൂടിൻ്റെ പ്രത്യേകത. ശരീരം അങ്ങനെ വേർക്കില്ല, പക്ഷേ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അത് വളരെ വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നൊരു ചൂടാണ് ഇവിടുത്തെ ചൂടെന്ന് പറയുന്നത്. അപ്പോൾ സിബി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമുക്ക് 8 മണിക്ക് മുമ്പ് ലൈവൊക്കെ ആക്കി ചൂടധികം വെക്കാതെ സെറ്റാക്കാം അല്ലേ? ഗുഡ് മോർണിംഗ് കേരളത്തിലെ ഡൽഹി ലൈവുകൾ 8-ന് മുമ്പാക്കാം അല്ലേ? അതെ അതെ, തീർച്ചയായും. വിഷ്ണുവിനോടും കൂടി പറഞ്ഞേക്ക്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. വാരാണസി അടക്കം 7ാം ഘട്ടം പ്രചാരണം അല്ലേ അവസാനിക്കാൻ പോകുന്നു. തീർച്ചയായും 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 57 ലോക്സഭാ സീറ്റുകളിലൊക്കെയാണ് 7ാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ജൂൺ 1-നാണ് വോട്ടെടുപ്പ്. നാളെ അതിൻ്റെ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി VIP മണ്ഡലങ്ങളും 7ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ ഉൾപ്പെടെ നിരവധി മണ്ഡലമുണ്ട്. അതുകൂടാതെ പഞ്ചാബിൽ ഒറ്റഘട്ടമായി 13 സീറ്റുകളിലേക്ക് നാളെ ഈ അവസാന ഘട്ടത്തിൽ മത്സരം നടക്കുന്നു. അതുകൂടാതെ ഉത്തർപ്രദേശിൽ 13 സീറ്റുകളിലേക്കുണ്ട്. ബീഹാറിൽ 8 സീറ്റുണ്ട്. ബംഗാളിൽ 9 സീറ്റുണ്ട്. ജാർഖണ്ഡിൽ 3 സീറ്റുണ്ട്. അങ്ങനെ കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിൽ കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി മത്സരിക്കുന്ന ചണ്ഡീഗഡിലും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നു. ഹിമാചലിൽ പോരാട്ടം നടക്കുന്നു. ഹിമാചലിൽ മണ്ഡി മണ്ഡലം ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ബോളിവുഡ് നടി കങ്കണ റണാവത്തും അതോടൊപ്പം തന്നെ അവിടുത്തെ ഹിമാചൽ മന്ത്രിയായിരുന്ന വിക്രമാദിത്യ സിംഗും മത്സരിക്കുന്ന മണ്ഡലം. കൂടാതെ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരു ത്രികോണ മത്സരം CPIM-ഉം BJP-യും അതോടൊപ്പം തന്നെ തൃണമൂലെല്ലാം തന്നെയും ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ് 8 മണ്ഡലം എന്ന് പറയുന്നത്. അങ്ങനെ ഏറെ ശ്രദ്ധേയമായ നിരവധി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് 7ാം ഘട്ടം എന്ന് പറയുന്നത്. 904 സ്ഥാനാർത്ഥികൾ അവിടെ ജനവിധി തേടുകയും ചെയ്യുന്നു. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ ഇന്നലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 7ാം ഘട്ടത്തിൻ്റെ വോട്ടെടുപ്പിന് തലേന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയിപ്പോൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. 2019-ലും സമാനമായ രീതിയിൽ ഈ അവസാന ഘട്ട വോട്ടെടുപ്പിൻ്റെ തലേന്നാൾ മോദി കേദർനാഥിൽ ഇത്തരത്തിൽ അവിടുത്തെ ഉത്തരാഖണ്ഡിൻ്റെ ഒരു പരമ്പരാഗത വസ്ത്രമായ പഹാഡിയൊക്കെ ധരിച്ചുകൊണ്ട് അന്ന് ധ്യാനത്തിലിരുന്ന ആ ഒരു ദൃശ്യങ്ങളും വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും അതേ ഗിമ്മിക്സ് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു 2024-ലും ആവർത്തിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നലെയാണ് നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ 31-ാം തീയതിയും 1-ാം തീയതിയും ധ്യാനത്തിലിരിക്കുമെന്നെല്ലാം നിലയും വാർത്തകൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മോദി ഇപ്പോൾ താൻ സ്വയം ദൈവമാണ്, താൻ ദൈവത്തിൻ്റെ അവതാരമാണ് എന്നെല്ലാം നിലയും, തൻ്റെ ജന്മം ജൈവികമല്ല മറിച്ച് തൻ്റെ ജന്മമെല്ലാം തന്നെ ദൈവികമാണെന്നെല്ലാം നിലയും പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് BJP പ്രവർത്തകർ ഏറ്റുപറയുന്നു. ഉത്തർപ്രദേശിൽ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ സഹമന്ത്രി മോദി ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറയുന്നു. അങ്ങനെ എല്ലാം തന്നെയും മോദിയെ ഒരു ആൾദൈവമായി കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം തന്നെയും കൂട്ടി വായിക്കുമ്പോഴാണ് മോദി ധ്യാനത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗിമ്മിക്സും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്നുള്ള വിമർശനമെല്ലാം തന്നെയും ഉയരുന്നത്. എന്തായാലും ഇപ്പോഴും വർഗീയ പരാമർശവും വിദ്വേഷ പ്രസംഗവുമായി നരേന്ദ്രമോദി വീണ്ടും മുന്നോട്ട് വരുന്നു. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക അത് മുസ്ലിം ലീഗിൻ്റെതാണ്. അതുമാത്രമല്ല ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് അവിടുത്തെ ജനങ്ങളുടെ പൊതുവികാരത്തിന് വേണ്ടിയാണ്. അത് ആർട്ടിക്കിൾ 370 4-5 കുടുംബത്തിൻ്റെ മാത്രമായിരുന്നു. അത് ജനങ്ങളുടെ വികാര അജണ്ട ആയിരുന്നില്ല എന്നെല്ലാം തന്നെയും അദ്ദേഹം വീണ്ടും മുസ്ലിം വിരുദ്ധ പരാമർശവും അതോടൊപ്പം തന്നെ വർഗീയ പരാമർശവുമായി മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇപ്പോൾ മോദി ഗ്യാരണ്ടി ഇപ്പോൾ ഇല്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് ജനകീയ
വിഷയങ്ങളോ വികസനമോ മോദി ഗ്യാരണ്ടിയോ ഇപ്പോൾ BJP പറയുന്നില്ല. എന്തായാലും ഇപ്പോഴും നാളെ പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ ഈ പോളിംഗ് ശതമാനത്തിന് വലിയ ഇടിവ് ഈ BJP വളരെ വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 6 ഘട്ടത്തിലായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ശരി സിബി, ശരിയാണ്. പോളിംഗ് ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ ചർച്ചയായ വിഷയങ്ങൾ തന്നെയാണ്. പോളിംഗ് ശതമാനത്തിലെ കുറവ്, അതുപോലെ തന്നെ മോദിയും BJPയും എടുത്ത കടുത്ത വർഗീയ സമീപനം, ഇതെല്ലാം ചർച്ച ചെയ്തു പോയൊരു തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ മോദി സർക്കാരിൻ്റേതായിട്ടുള്ള വിലയിരുത്തലുകൾ, NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം, ഇതെല്ലാം കണ്ട ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം, അതിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ പോകുന്നു എന്ന വലിയ വാർത്ത, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെയാണ്, ആ വാർത്താ പ്രാധാന്യമാണ് രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ദില്ലിയിൽ നിന്ന് സിബി പങ്കുവച്ചത്.